അവസാനമായി മന്ത്രിയോട് പറയാൻ ആഗ്രഹിക്കുക ഒറ്റ കാര്യം അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. മന്ത്രിയെ ഞാൻ ആക്ഷേപിച്ചും തെറ്റിദ്ധരിക്കരുത്. കേരളത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തെ ഇങ്ങനെ വെട്ടിക്കീറാൻ ശ്രമിക്കുമ്പോൾ വേദനയോടുകൂടി പറയാന്ന് മനസ്സിലാക്കിയാൽ മതി. മന്ത്രിയുടെ അതേ സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീ, മന്ത്രി ഇത് വിമർശിച്ച മന്ത്രിയുടെ അതേ സമുദായത്തിൽപ്പെട്ട സ്ത്രീ, അവരുടെ പേര് ബഡ്ജറ്റ് റിച്ചാർഡ് എന്ന്. ബഡ്ജറ്റ് റിച്ചാർഡ് ആ പ്രദേശത്തുകാരോട് ഉണ്ടാവും. ഞാനെന്ന് പറഞ്ഞു വരുമ്പോ ഈ ബഡ്ജറ്റ് റിച്ചാർഡ് കോഴിക്കോട്ടുകാരിയാ. ആ കോഴിക്കോട്ടുകാരി ബഡ്ജറ്റ് റിച്ചാർഡ് എന്ന് പറയുന്ന സ്ത്രീ അവര് മിശ്ര വിവാഹം കഴിച്ചു. മിശ്ര വിവാഹം കഴിച്ചത് അവർ ശങ്കരൻ എന്ന് പറയുന്ന ഒരാളെയാണ്. അതോടുകൂടി കുടുംബം കൈയൊഴിച്ചു. കുടുംബത്തിൽ ഇഷ്ടപ്പെടാത്ത വിവാഹമല്ലേ. അങ്ങനെ കൈയൊഴിച്ച് അവന് മഞ്ചേരിയിൽ വന്നു. ഒരു ഹോസ്റ്റൽ വാർഡനായി ജോലി ചെയ്തു. അങ്ങനെ അവസാനം രോഗിയായി ജോലിയൊക്കെ റിട്ടയർ ചെയ്ത് മലപ്പുറം ജില്ലയിലെ എടവണ്ണപ്പാറക്കടുത്ത പൊന്നാട് എന്ന സ്ഥലത്ത് അവർ താമസിച്ചു. പൊന്നാട് അവിടെ താമസിച്ച് 10 കൊല്ലം 3 സെന്റ് ഭൂമിയിൽ ഒരു കൊച്ചു വീട്ടിൽ താമസിച്ചു. അവർ മരിച്ചുപോയ ഹോസ്പിറ്റലിൽ നിന്നാണ്, മഞ്ചേരിയിൽ നിന്നാണ് മരിക്കുന്നത്. CHN ആംബുലൻസിലാണ് കൊണ്ടുവരുന്നത്. ആ വീട്ടിൽ ആംബുലൻസ് വെക്കാൻ, ഈ ഫ്രീസർ വെക്കാൻ കഴിയില്ല. കാരണം ബന്ധുക്കൾ കോഴിക്കോട് നിന്ന് വരണം. മരിച്ചാൽ പിന്നെ ഈ ബന്ധമൊക്കെ പിന്നെ തൽക്കാലം വിദ്വേഷമൊക്കെ മറന്നവർ വരുമല്ലോ. ഫാദർ കോഴിക്കോട് നിന്ന് വരണം. ഒരു നിവൃത്തിയില്ല, ആ വീട്ടിൽ വെക്കാൻ പറ്റൂല. എന്ത് ചെയ്യും? മദ്രസ തുറന്നു കൊടുത്തു. നിങ്ങൾ പോയി ചോദിക്കണം. പൊന്നാട്ട് സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമായുടെ മദ്രസ, തഅലീമുൽ ഇസ്ലാം മദ്രസ. തഅലീമുൽ ഇസ്ലാം എന്ന് പറയുന്ന അർത്ഥം ഇസ്ലാം പഠിപ്പിക്കാന്ന. ഇസ്ലാം പഠിപ്പിക്കുന്ന മദ്രസയുടെ പേര് തന്നെ പൊന്നാട്ട് തഅലീമുൽ ഇസ്ലാം മദ്രസയിൽ മയ്യത്ത് കൊണ്ടുപോയി വെച്ചു. പള്ളിയിൽ നിന്ന് മയ്യത്ത് കെട്ടിൽ കൊണ്ടുവന്നിട്ട് അയൽപക്കത്തെ മുസ്ലിം സ്ത്രീകൾ അതിന്റെ മയ്യത്ത് കുളിപ്പിച്ചു. ഇസ്ലാമിക രീതിയിൽ അല്ലെങ്കിലും അത് കുളിപ്പിക്കണം. അങ്ങനെ മുസ്ലിമാണല്ലോ. കോഴിക്കോട് ഫാദർ വന്നു. സമത്വയുടെ മദ്രസക്കുള്ളിൽ ഫാദർ കയറിയിട്ട് ആ ഫാദർ അവരുടെ മതപരമായ ചടങ്ങ് മുഴുവൻ നടത്തിയിട്ട് ആംബുലൻസിൽ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോയി. ഒരു മരിച്ച പെണ്ണിന്റെ ജാതി നോക്കാതെ ക്രൈസ്തവ സ്ത്രീക്ക് സമത്വയുടെ മദ്രസ തുറന്നു കൊടുത്തുകൊണ്ട് മുസ്ലിം സ്ത്രീകൾ സഹകരിച്ചുകൊണ്ട് അവർക്ക് എല്ലാം ചെയ്തു കൊടുത്ത ഫാദർ ക്രൈസ്തവ വിധി അനുസരിച്ച് സമത്വയുടെ മദ്രസയിൽ അവരുടെ എല്ലാ മതകർമ്മങ്ങളും നടത്തിയെങ്കിൽ ആ ജില്ലയാണ് മലപ്പുറം എന്ന് ചൊറിയാൻ വന്ന മന്ത്രി പഠിക്കണമെന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ള. കുറ്റപ്പെടുത്തുകയല്ല. കേരളത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തെ കീറിമുറിക്കരുത്. ആ സാംസ്കാരിക പാരമ്പര്യത്തെ കെട്ടിപ്പിടിച്ചു നിൽക്കണം. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്.